ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ അല്ലേ? അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഒരു ബോട്ട് നെക്ക് ബ്ലൗസിൻ്റെ ഡിസൈൻഡ് ബോട്ട് നെക്ക് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ഞാൻ ഓൾറെഡി മെഷർമെൻറ്റൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചതാണ്. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഇതേപോലെ ലൈനിങ് പീസിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ട് ആ നെക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ആ നെക്ക് റിമൂവ് ചെയ്ത ശേഷമാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ലൈനിങ് പീസിലുള്ള നെക്കിനെ നമ്മൾ ഇതേപോലെ ഒറിജിനൽ പീസിലോട്ട് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മളിത് നല്ല പീസ് എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഈ ലൈനിങ് പീസ് ഒന്ന് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ബോട്ട് നെക്ക് ബ്ലൗസിന് സ്ലീവ് ഉള്ള ബ്ലൗസാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അതേപോലെ ബാക്കിലൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ നെക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല മെറ്റീരിയൽ, ഒറിജിനൽ മെറ്റീരിയൽ ഇതേപോലെ നിവർത്തിയിട്ട ശേഷം അതിൽ ലൈനിങ് മെറ്റീരിയലാണ് നമ്മൾ ഈ മെഷർമെൻറ്റൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ മെറ്റീരിയലും കൂടി ഇതേപോലെ ഒന്ന് നിവർത്തിയിടുക. എല്ലാ എഡ്ജസിലും കുറച്ചൊരു ബാലൻസ് വെക്കണം കേട്ടോ. മുകളിലൊഴികെ, ഷോൾഡറിൻ്റെ അടുത്ത് ഒഴികെ ബാക്കി എല്ലാ എഡ്ജസിലും കുറച്ചൊരു പോർഷൻ നമ്മൾ വെക്കണം. എന്നാൽ മാത്രമേ നമുക്കത് പതിച്ചടിക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നല്ല മെറ്റീരിയലിൻ്റെ നല്ല ഭാഗത്ത് ഇതേപോലെ ലൈനിങ് വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം ഒരു കാലിഞ്ച് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ഫൂട്ടിൻ്റെ ആ ഒരു സൈസിൽ നെക്ക് റൗണ്ട് മുഴുവനായിട്ടും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം. ഇങ്ങനെയാണ് നമ്മൾ നെക്ക് അടിച്ചതിന് ശേഷം വന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ നെക്ക് പോർഷനിൽ എക്സ്ട്രാ വരുന്ന പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പോവുകയാണ്. കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. കത്രിക കൊണ്ട് പതിയെ ചെയ്താൽ മതി, തിരക്ക് പിടിച്ച് ചെയ്യാൻ പാടില്ല. അതിൻ്റെ സ്റ്റിച്ചിനൊന്നും യാതൊരുവിധ കേടുപാടും വരാതെ വേണം അത് കട്ട് ചെയ്ത് ഒഴിവാക്കാനായിട്ട്. അതേപോലെ നമ്മൾ ഈ ലൈനിങ് പീസിൽ എക്സ്ട്രാ വരുന്ന ചെറിയൊരു പോർഷൻ അവിടെ ഉണ്ടാകും നെക്കിന്, അതേ സമത്തിൽ വേണം ഒറിജിനൽ പീസും അവിടെ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാനായിട്ട്. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വന്നിട്ടുള്ളത് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം അതിൽ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ സ്റ്റിച്ച് വരെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. സ്റ്റിച്ചിൻ്റെ കട്ടാവാൻ പാടില്ല. സ്റ്റിച്ച് കട്ടായി പോവാതെ നല്ല നീറ്റായിട്ട് ഇതേപോലെ നെക്ക് റൗണ്ട് മുഴുവനായിട്ടും ഒരു ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കുക. അടുത്ത ഇതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ക്ലോത്ത് തിരിച്ചിടാൻ പോവുകയാണ് ലൈനിങ്. ആ സമയത്ത് നല്ല ആ ഷേപ്പ് ഒന്ന് വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് അതിങ്ങനെ ഒരു പൊന്തി നിൽക്കുന്ന പോലെ തോന്നും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള കട്ട് നമ്മൾ കൊടുക്കുന്നത്. മൈന്യൂട്ടായിട്ട് ആ സ്റ്റിച്ച് കട്ടായി പോവാതെ നല്ല നീറ്റായിട്ട് വൃത്തിക്ക് കട്ട് ചെറിയ ചെറിയ കട്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നെക്ക് റൗണ്ട് മുഴുവനായിട്ടും നമ്മൾ ആ ചെറിയ കട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തായി നമ്മളിത് തിരിച്ചിടാൻ പോവുകയാണ്. ലൈനിങ് മാറ്റി തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വരുന്നതും ബാക്ക് വരുന്നതുമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഫ്രണ്ട് പീസ് എന്താണ് വരുന്നത്, അതിൻ്റെ തന്നെ ബാക്ക് സൈഡാണ് ഇപ്പോൾ കണ്ടത്. നമ്മളിപ്പോൾ നെക്ക് മുഴുവനായിട്ടും ഓരോ സ്റ്റിച്ച് വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ
മുഴുവനായിട്ടൊന്ന് പതിച്ചടിക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ കഴുത്ത് ഫസ്റ്റ് ചെയ്തത്, കഴുത്തിന് 2 ലെയറിൽ ഇതേപോലെ നെക്ക് റൗണ്ട് മുഴുവനായിട്ടൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ പതിച്ചടിച്ചതിന് ശേഷം ബാക്കി വരുന്ന പീസുകൾ നമ്മൾ നെക്കിന് ചെയ്തില്ലേ അതേപോലെ തന്നെ ബാക്കി വരുന്ന എക്സ്ട്രാ പീസുകൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇനി ഇങ്ങനെയാണ് വരിക കേട്ടോ. കട്ട് ചെയ്ത് ഒഴിവാക്കിയ ശേഷം നമ്മൾ ഇതിങ്ങനെയാണ് വരിക. ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പ്രിൻസസ് കട്ടല്ല, പ്രിൻസസ് കട്ട് ചെയ്യാതെ തന്നെ ആ ഷേപ്പിൽ ഞാനിപ്പോൾ ബ്രസ്റ്റ് പോയിൻറ്റിലോട്ട് ഒരു 10 ഇഞ്ചും അതേപോലെ സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു 4 ഇഞ്ചിലുമാണ് ഞാൻ ഈ ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. ആ ഷേപ്പിലൂടെ ജസ്റ്റ് ഒരടി അടിച്ചു പോവുകയാണ്. 2 സൈഡോ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അതിൽ നമുക്ക് ടക്ക് കൊടുക്കണം. ആ ടക്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ ഇതിൻ്റെ എഡ്ജസ്, അതായത് താഴെ പോർഷൻ ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ടക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അടി സ്റ്റിച്ച് ഇട്ട ശേഷം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ അടി അടിച്ചു കൊടുക്കുകയാണ്, മടക്കി അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ടക്ക് കൊടുക്കുന്നു. ടക്ക് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും പ്രിഫറൻസ് പോലെയാണ്, ഷേപ്പ് പോലെയാണ്. ഞാനിവിടെ 1 ഇഞ്ചിലാണ് ആ ടക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ടക്ക് കൊടുക്കാം. ടക്ക് കൊടുത്ത പോർഷൻ നമ്മളിതേ പ്രസ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ ബാക്ക് നെക്കാണ് ഈ കാണുന്നത്. ഇതിന് ഇതേപോലെ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് അതിൻ്റെ ഇപ്പോൾ കാണുന്ന ഡിസൈൻ മുഴുവനായിട്ടും ഒരു സിംഗിൾ സ്റ്റിച്ച് കൊടുത്തു പോവുകയാണ് ചെയ്യാൻ പോകുന്നത് ഇനി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് നെക്ക് മുഴുവനായിട്ടും അടിച്ചെടുത്ത് അതിൻ്റെ എക്സ്ട്രാ വന്ന പീസസൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്രണ്ട് പീസിന് നമ്മൾ ചെയ്ത ആ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ മാത്രമാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് തിരിച്ചിടണം. അപ്പോൾ ആ ഷേപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എന്തെങ്കിലും ഒരു ഷാർപ്പ് എഡ്ജ് വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് കറക്റ്റ് ചെയ്തെടുക്കുകയും വേണം. അപ്പം ഞാനിവിടെ ഒരു ഷാർപ്പ് എഡ്ജ് വെച്ചിത് ഷേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി ഈ സൈഡൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. അതിന് മുന്നേ ഞാനിത് ഷോൾഡർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ബാക്ക് നെക്ക് അടിക്കുന്നത്. അതായിരിക്കും കംഫർട്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം മാത്രമേ നമ്മൾ ഈ ചെയ്യുന്നത് പോലെ ഷോൾഡർ ജോയിനിങ് ചെയ്യാൻ പറ്റുള്ളൂ, നീറ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്നത് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നല്ല ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേപോലെ വെച്ചതിന് ശേഷം, നല്ല ഭാഗം ചേർത്ത് വെച്ചതിന് ശേഷം ഈ ബാക്ക് പീസിൻ്റെ ലൈനിങ് വെച്ചിട്ട്, ഫ്രണ്ട് പീസ് നമ്മൾ ഓൾറെഡി പതിച്ചടിച്ചതാണ്, ബാക്ക് പീസിൻ്റെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പീസിനെ കവർ ചെയ്യാണ്. എന്നതിന് ശേഷം അവിടെ ഒരു 4 ഇഞ്ചിൽ ഷോൾഡർ ജോയിനിങ് ചെയ്യുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഷോൾഡർ കിട്ടുക. നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട്. അതായത് കുറച്ച് പുറത്തോട്ട് ബൾജിങ് ഒന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല നീറ്റായിട്ട് തന്നെയാണ് നമ്മൾ ഇതേപോലെ 2 ഷോൾഡറും ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബാക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ആ ബാക്ക് നെക്ക് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം.
നമ്മളിത് ബാക്ക് നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്ക് പോർഷൻ്റെ സൈഡ്, അതായത് എഡ്ജുകളൊക്കെ ഒന്ന് പതിച്ചടിക്കാൻ പോവുകയാണ്. ഷോൾഡർ ജോയിനിങ് ചെയ്ത ശേഷം പതിച്ചടിച്ച് ബാക്കി വരുന്ന പോർഷൻസ്, എക്സ്ട്രാ വരുന്ന പോർഷൻസൊക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. അത് നമുക്ക് ആവശ്യമില്ല. ആ പോർഷൻസൊക്കെ ഒന്ന് നീറ്റായിട്ട് നല്ല വൃത്തിക്ക് തന്നെ ഒന്ന് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ ഒരു ആക്ച്വൽ ഷേപ്പ് കിട്ടും. അതായത് ഫ്രണ്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്യാനും കൂടെ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബാക്കിലൊരു ടക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 4 ഇഞ്ചിലുള്ളൊരു ടക്കാണ് കൊടുക്കുന്നത്. നമ്മളെ ഷേപ്പിൻ്റെ അടുത്തുനിന്ന് ഏകദേശം നമുക്കറിയാമല്ലോ ഒരാളെ ഷേപ്പിൻ്റെ, അത് ഓരോരുത്തരുടെ പ്രിഫറൻസാണ് ആ ടക്കിൻ്റെ എന്താ പറയുക വിഡ്ത്ത് വരുന്നത്. ഞാനിവിടെ 4 ഇഞ്ചിൽ ഒരു 2 ടക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് പോർഷൻ ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിന് ഹുക്സ് വെക്കാനുള്ളതും അതേപോലെ ഹുക്സ് ഇടാനുള്ളതും പോർഷൻസ് നമ്മൾ ഇതിൽ അടിച്ചുണ്ടാക്കി എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ഹുക്സിനുള്ള പോർഷനാണ്. അതിനുവേണ്ടി ഒരു 2 ഇഞ്ച് ക്ലോത്താണ് നമ്മൾ എടുത്തത്. ആ 2 ഇഞ്ച് ക്ലോത്ത് എടുത്തിട്ടുള്ളത് ലൈനിങ് പീസിൻ്റെയാണ്. കുറച്ചും കൂടെ ഒരു ഉറപ്പ് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നല്ല വശത്ത് ഒരു 4 ഇഞ്ചിൽ ആ നല്ല ലൈനിങ് പീസ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് പ്രസ് ചെയ്തടിക്കുക. എന്നിട്ട് അത് ഉൾഭാഗത്തോട്ട് എല്ലാ സൈഡും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ, അതായത് അതിൻ്റെ 2 എഡ്ജസ് ഉണ്ടാവും, അതൊക്കെ ഉള്ളോട്ട് തന്നെ ആക്കിയിട്ട് നല്ല രീതിക്കൊന്ന് എന്താ പറയുക, ആ സ്റ്റിച്ച് വരാത്ത മറ്റേ ഭാഗത്തൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ ലോക്കായി നിന്നോളും. ഇനി ഇതിലാണ് നമുക്ക് ഹുക്സ് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി 2 ഇഞ്ച് തന്നെ ക്ലോത്ത് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ മാത്രം നമുക്കത് നീറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി അടുത്ത പോർഷൻ എന്ന് വെച്ചാൽ ഹുക്സ് ഇടാനുള്ള പോർഷനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഞാൻ യൂഷ്വലി ചെയ്യാറ് തുന്നി എടുക്കാറുണ്ട്, അതേപോലെ സ്റ്റിച്ചും കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കുകയാണ്. അതിനുവേണ്ടി 3 ഇഞ്ചുള്ള ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അത് നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ചീത്ത വശത്താണ്, അതായത് ബാക്കിൽ കട്ടിട്ടതിൻ്റെ ചീത്ത വശത്താണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് ഉള്ളോട്ടേക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. സ്ലീവിന് ചെറിയൊരു പഫ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഷോൾഡറിൻ്റെ അവിടെ ചെറിയൊരു പഫ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ വരും കേട്ടോ, ചെറിയൊരു പഫും എന്നാൽ പഫില്ല, അങ്ങനത്തെ ഒരു രീതിയിലുള്ള സ്ലീവാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 3/4 സ്ലീവ് തന്നെയാണ് കേട്ടോ. ഇനി ബോഡിയിൽ എല്ലാ ഷേപ്പും മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ശേഷമുള്ള ഫോട്ടോ ആണ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ ഹുക്സൊക്കെ ചെയ്യുന്ന വീഡിയോ ഇതിലില്ല, എന്തായാലും ഹുക്സും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത് കേട്ടോ.